ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സൺഡേ ആണെങ്കിൽ തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നോൺ വെജ് ഡേ ആയതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് കരുതിയാൽ മതി. സോ എപ്പോഴും പോലെ സൺഡേ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കൻ. എല്ലാ സൺഡേസും അങ്ങനെ പൊതുവെ എടുക്കാറില്ല, പക്ഷേ എടുത്താൽ അത് സ്പെഷ്യൽ ഡേ ആയിരിക്കും നമുക്ക്. സോ ഇന്ന് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് കുറച്ച് ഗീ റൈസും ചിക്കൻ കറിയും ചില്ലി ചിക്കനും കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. സോ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടി പോയിട്ട് കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കൊണ്ടുവന്ന പാടന്നെ വേഗം അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത്, ആ ചിക്കൻ എടുത്ത പാടെ ഒന്ന് കൊണ്ടുവന്നതും വാഷ് ചെയ്യണം. ആ അതിലത്തെ ചോര നല്ല ചൂടോടെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്താൽ പൊയ്ക്കോളും. നമ്മൾ ഒരുപാട് നേരം വെക്കണതിനേക്കാളും അപ്പം തന്നെ വാഷ് ചെയ്താൽ അതൊന്ന് പെട്ടെന്ന് നീറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ വേഗം അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ഗീ റൈസ് വെക്കാമെന്ന് പ്ലാൻ ചെയ്തു. അതാകുമ്പോൾ നമ്മൾ ദമ്മിട്ടെന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് കുക്കായിക്കോളും. സോ നമുക്ക് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നോക്കിയാൽ മതിയല്ലോ. സോ ഇപ്പോൾ ആദ്യം തന്നെ ഗീ റൈസ് വെച്ച് ഞാൻ അതിനെ ദമ്മിട്ട് വയ്ക്കുന്നുണ്ട്. അതവിടെ കിടന്ന് വെന്തോട്ടെ എന്ന് വെച്ചിട്ട്. പൊതുവെ ഇവിടെ ടൈമിംഗ് ഒക്കെ കറക്റ്റായിരിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കും നമ്മൾ. ഉച്ചയ്ക്ക് ലഞ്ച് മാക്സിമം 12 to 12:30 ഉള്ളിൽ കഴിക്കാറുണ്ട്. സോ എത്രയും പെട്ടെന്ന് ചെയ്ത് വെക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മളുടെ പണി കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗീ റൈസിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനവിടെ ചില്ലിക്കുള്ളതും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. മോന് വാശിയായിരുന്നു ചില്ലി വേണമെന്ന് പറഞ്ഞിട്ട്. സോ അല്ലെങ്കിൽ പൊതുവെ ഗ്രേവി മാത്രമേ വയ്ക്കാറ്. അപ്പോൾ എന്നാൽ ചില്ലിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ തന്നെ ഞാൻ ചില്ലിയുടെ പണിയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചില്ലിക്കുള്ളതും കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത ഗ്രേവിക്കുള്ളതും കൂടി റെഡിയാക്കണം. സോ ഓരോരോ പണിയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ എല്ലാം നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 hour എൻ്റെ പണിയൊക്കെ ഞാൻ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. 1 hour മാക്സിമം. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം എപ്പോഴും കംപ്ലീറ്റ് ആക്കാൻ നോക്കാറുണ്ട്. സോ നമുക്ക് അടുത്തത് ഇനി നമുക്ക് ഗ്രേവി വെക്കാനുള്ള പുറപ്പാടിലാണ്. ആസ് യൂഷ്വൽ എല്ലാവരും വെക്കുന്ന നോർമൽ ഗ്രേവി തന്നെയാണ്. പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് കൂട്ടൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നുമില്ല. കുറച്ച് തേങ്ങ ഒഴിച്ച് വെക്കാമെന്ന് മാത്രം പ്ലാൻ ചെയ്തു. അതും ഞാൻ അവസാനം മുളക് പൊടി കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ് തേങ്ങയിലേക്ക് മാറിയത്. ഇല്ലെങ്കിൽ നോർമലി തേങ്ങ ഒഴിക്കാതെ ഗ്രേവിയാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാനം എരിവ് കൂടിപ്പോയി. സോ ഞാനപ്പോൾ തേങ്ങ ഒഴിക്കേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഗ്രേവിയുടെ പണിയും കൂടി നോക്കണം. ഞാനവിടെ ഗീ റൈസൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഗീ റൈസ് റെഡിയായി, ചില്ലിക്കുള്ളത് റെഡിയായി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ സലാഡിനുള്ളതും കൂടി ഉള്ളി ചെറുതായിട്ട് അരിയണം. അവിടെ സലാഡ് ഞാനും മോനും ഒത്തിരി കഴിക്കും. സോ ഉള്ളി ചെറുതായി അരിഞ്ഞാൽ അത്രത്തോളം കഴിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കണേ. സലാഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ ഗ്രേവിയും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ കഴിയാറായി. ഇതെല്ലാം ഒരു 1 hourലെടുത്ത വീഡിയോസാണ്. എല്ലാം പെട്ടെന്ന് തന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ തീർത്ത് വയ്ക്കുന്നുണ്ട്. എപ്പോൾ ഗ്യാപ്പ് കിട്ടണോ അപ്പോൾ അടുത്തടുത്ത പണി നോക്കും. അപ്പോൾ ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ച് നോക്കാം. റൈസ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഗീ റൈസ് വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരുപാട് വെന്ത് പോകും, ഇല്ലെങ്കിൽ വേവ് കുറവായിരിക്കും. പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി വന്നപ്പോൾ റൈസ് കറക്റ്റായിട്ട് കുക്കായി കിട്ടുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ റൈസ് കറക്റ്റായിട്ട് അത് ഒന്നൊന്നും ഒട്ടുമില്ല, പക്ഷെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസൊക്കെ നമ്മൾ ദമ്മ പൊട്ടിച്ച് നന്നായി ഒന്ന് ഇളക്കി വിടാം. ഗീ റൈസ് എന്ന പേരേ ഉള്ളൂ കേട്ടോ, പക്ഷെ ഞാൻ ഗീ ഒന്നും ഒഴിക്കാറില്ല. എനിക്ക് പൊതുവേ ഈ ഗീയുടെ മണം അധികം ഇഷ്ടമല്ല. സോ നമ്മൾ ഗീ ഒന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഗീ റൈസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇപ്പോൾ ഒന്നിൻ്റെ പണി കഴിഞ്ഞു. അടുത്തത് നമ്മുടെ വെസൽസൊക്കെ വാഷ് ചെയ്യണം. അവിടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പൊക്കെ സമയം കിട്ടണം അപ്പോൾ എന്തൊക്കെ പണിയുണ്ടോ അത്രത്തോളം വേഗം തീർത്ത് വെക്കാനാണ് നോക്കാറ്. അപ്പോൾ വെസൽസൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഗ്രേവി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പോകാമല്ലോ. ഇല്ലെങ്കിൽ എല്ലാം വെച്ച് കഴിഞ്ഞ് വീണ്ടും വെസൽസൊക്കെ വാഷ് ചെയ്യാൻ നിൽക്കണം. എത്രത്തോളം കഴിയാലും അവസാനം അവിടെ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ ബാക്കി വരും. പൊതുവെ കിച്ചൺ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും തൊട്ടാൽ അപ്പം ആ പാത്രം അവിടെ കഴുകേണ്ടി വരും. വേഗം തന്നെ പിന്നെ സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വിട്ടു. അവസാനം ഇനിയൊക്കെ സോപ്പിട്ട് കഴുകാമെന്ന് വെച്ച്. കഴുകിയ പാത്രങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണമല്ലോ ഷെൽഫിൽ. അതവിടെ കുന്നുകൂടി കിടന്നാൽ പിന്നെ ആരെടുത്ത് വെക്കാനാണ്. സോ അതിൻ്റെ പണിയും കൂടി അടിയിൽ നടക്കുന്നുണ്ട്.
ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നതിനുള്ളിൽ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എരിവ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന്. സോ ഇപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരാൾ എത്തി നോക്കുന്നുണ്ട്, വെന്തോ പറഞ്ഞിട്ട് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി അരച്ചൊഴിച്ച് നമ്മുടെ ഗ്രേവിയും കൂടി സെറ്റാക്കി എടുക്കാം. ഏകദേശം പണിയൊക്കെ ഇപ്പോൾ ഓവറാവുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്കിനി എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്യാസും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഓഫ് ചെയ്ത് എല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്യും. പിന്നെ കൗണ്ടർ ടോപ്പിലാവുമ്പോൾ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഒരു സാധനം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോഴും കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ വെച്ച പാത്രങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടൊന്നും ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം റെഡിയായി. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഏകദേശം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചില്ലിയും കൂടി വറുത്ത് വെച്ചാന്ന് വെച്ചാൽ ഏകദേശം പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് കിച്ചണിൽ പോകാമല്ലോ. അപ്പോൾ ഫൈനലായിട്ടുണ്ടെങ്കിൽ ഞാൻ ചില്ലിയൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ കിച്ചണിൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും പോവാം. ഇനി അത് കഴിഞ്ഞ് അവർ കഴിക്കാനായിക്കോളും. അപ്പോൾ മോൾക്ക് ഫുഡും കൂടി ഒന്ന് വിളമ്പി കൊടുത്തിട്ട് പോയിന്ന് വെച്ചാൽ പിന്നെ അവൻ കഴിച്ചോളും. പിന്നെ നമ്മൾ മോളെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് ഇതിനെ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി, ചില്ലി വെച്ചിട്ടുണ്ട്, തൈരും. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മോൻ അവൻ്റെ പാട്ടിലേക്ക് പോയിരുന്ന് കഴിച്ചോളും. ആൾ കുറച്ച് നേരമായി കിച്ചണിൽ വന്നിട്ട് ആയോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. സോ അവന് ഇഷ്ടപ്പെട്ട പോലൊക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ പോയിരുന്ന് കഴിച്ചോളും. കഴിച്ച അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയും. സോ ഇന്ന് എത്രയേ ഉള്ളൂ. ബൈ.